പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷം അറിയാലോ അല്ലേ? അറിയത്തില്ലേ? എന്താണ്? ഉയർപ്പിൻ്റെ തിരുനാൾ. ഹാപ്പി ഈസ്റ്റർ ആണല്ലേ? ലോകമെമ്പാടും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ദിവസം ക്രിസ്മസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ. എൻ്റെ കുഞ്ഞിലൊക്കെ ഈസ്റ്റർ വരുമ്പോൾ ഭയങ്കര പ്രിപ്പറേഷനാണ്. പെസഹ വ്യാഴം, കുരുത്തോല ഞായറോട്ട് തുടങ്ങും. ഇങ്ങനെ ഉടുപ്പുകൾ എണ്ണി വെക്കാൻ, പുതിയതൊക്കെ പള്ളിയിലിട്ടുകൊണ്ട് പോകാൻ. എത്ര പേരങ്ങനെ ചെയ്തു എന്നറിയത്തില്ല. ആ ദിവസങ്ങൾ ഞങ്ങൾ ബന്ധക്കാരും ഫ്രണ്ട്സും എല്ലാവരും എത്ര ദൂരെ പോയിരുന്നാലും ആ ദിവസം അവരുടെ ഇടവകയിൽ വരും. ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാവരും ആ ദിവസത്തെ ഉറ്റുനോറ്റ് കാണുന്നത്. പക്ഷെ ഒരു ഈസ്റ്റർ വരുമ്പോൾ അതിനപ്പുറം ഒരു സംഭവം ഉണ്ടെന്ന്. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അത് എല്ലാ വർഷവും നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചപ്പോൾ നമ്മൾ ആണ്ടുകുർബാന നടത്തും. അതുപോലെ ഒരു ചടങ്ങായിട്ട് ഞാനും എൻ്റെ ഈ ഇത്രയും വർഷങ്ങളിൽ വിചാരിച്ചിരുന്നുള്ളൂ. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ആ ദിവസം എല്ലാ വർഷവും. ഇനി കാലണ്ടറിൽ അത് മാറി വരുന്നു. അതെന്താണെന്ന് പോലും ചിന്തിക്കാൻ പോയിട്ടില്ല. ഈസ്റ്റർ കർത്താവ് മരിച്ചു, അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് ഇന്നത്തെ ദിവസം പറയേണ്ടതെന്ന്. എനിക്ക് കർത്താവ് ഓർമ്മപ്പെടുത്തി തന്ന ഒറ്റ കാര്യമാണ്, ഇന്ന് ഈസ്റ്ററാണ്. യേശു വന്നു, അവൻ ലോകത്തിലേക്ക് ഇറങ്ങി ശുശ്രൂഷിച്ച 3 വർഷം കൊണ്ട് അവൻ നേടിയെടുത്ത ആത്മാക്കളുടെ പാപഭാരം മുഴുവൻ, അവൻ നേടാത്തതും അവൻ പോവാത്തിടങ്ങളിലെയും സകലവരുടെയും പാപമേറ്റുകൊണ്ട് അവൻ ക്രൂശിൽ കയറാൻ തയ്യാറായപ്പോൾ ആ ക്രൂശ് മരണം കൊണ്ട് അവനെ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കാമെന്ന് ലോകം വിചാരിച്ചു. അന്ന് ഒരു ദിവസം കൊണ്ട് ഇവനെ അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അപ്പൻ്റെ മകനായതുകൊണ്ട് ലോക വിചാരങ്ങളെ നീക്കിക്കൊണ്ട് നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങളെന്നും നിന്റെ വഴികളല്ല എൻ്റെ വഴികളെന്നും ദൈവം തെളിയിച്ചുകൊണ്ട് 3-ാം നാൾ ഹല്ലേലൂയ കല്ലറയ്ക്കുള്ളിൽ ഇറങ്ങിയ ദൈവം, കല്ലറയ്ക്കുള്ളിൽ ഇറങ്ങിയ ദൂതൻ, കല്ലറയ്ക്കുള്ളിൽ ഇറങ്ങി ഹല്ലേലൂയ മരണപാശങ്ങളെ തകർത്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അപ്പൻ വിധി കൽപ്പിച്ചതുപോലെ മകനെ സ്വർഗാരോഹണം ചെയ്ത് അന്നുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത, അന്നുവരെയും ലോകത്ത് ഒരു കേട്ടുകേൾവിയുമില്ലാത്ത, അന്നുവരെയും സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുമോ ആരും കേട്ടിട്ടില്ലാത്ത ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ഒരു ചരിത്രമായി ദൈവം മാറ്റിയ ദിവസം, ഒരു ഹിസ്റ്ററി മേക്കിംഗ് ഡേ ആയി മാറിയ ദിവസം. ഇങ്ങനെ ഒരു ദിവസം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ! ഒന്ന് ഓർത്തു നോക്ക്, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസമില്ലേ? കാരാഗ്രഹത്തിന്റെ അനുഭവം വന്നത്, ഹല്ലേലൂയ, അന്ധകാരത്തിന്റെ അനുഭവം വന്നത്, ഹല്ലേലൂയ, ഞെരുക്കപ്പെട്ട അനുഭവം വന്നത്, ഒതുക്കപ്പെട്ട അനുഭവം വന്നത്, ഹല്ലേലൂയ, വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടി ഒരു കൂടാരത്തിനകത്താക്കി വെക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തകർത്തുകൊണ്ട് എഴുന്നേറ്റവൻ. അങ്ങനെ ഒരു അനുഭവം നമുക്കും ഇല്ലേ? നമ്മളെ ശത്രു നോക്കി പറഞ്ഞിട്ടില്ലേ, നീ ഒതുങ്ങപ്പെടും, നീ തകർക്കപ്പെടും, നീ ഇവിടെ കിടന്നോ, നിനക്കിത് മതിയെന്ന് വിധി കൽപ്പിച്ച ശത്രുവിനെ തകർത്തുകൊണ്ട് ആ കർത്താവിനെ സ്വീകരിച്ച് നമ്മൾ ഒരു ദിവസം ഇറങ്ങിയില്ലേ? ഹല്ലേലൂയ! നിങ്ങളുടെ എൻ്റെ ജീവിതത്തിലില്ലേ ആ പുനരുദ്ധാനത്തിന്റെ വെളിപ്പാട്? ഞാനും നിങ്ങളും അതേ പുനരുദ്ധാനം അനുഭവിച്ചിട്ടില്ലേ? ആ ക്രിസ്തുവിനെ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും അവന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാണ്. ലോകം ക്രിസ്തുവിന്റെ അനുഭവം പറയുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവം പറയാനുള്ളത്. ഈ ഈസ്റ്ററിൽ എനിക്ക് നിങ്ങൾക്ക് ഒരേ രീതിയിൽ പറയാനുള്ളത്, ഞാനൊരു പുനരുദ്ധാനത്തിന്റെ സാക്ഷിയാണ്. കർത്താവിനെ ചിന്തിപ്പിച്ചതാ. ഇവിടെ ആരാധിച്ചപ്പോൾ നന്ദി അല്ലാതെ ഒന്നുമില്ല, നന്ദി അല്ലാതെ ഒരു വകയുമില്ല, ഒന്നുമില്ല ഈ ജീവിതത്തിൽ. നമ്മൾ എവിടെ പിന്മാറാൻ തീരുമാനിച്ചോ നമുക്ക് കഴിയില്ല. പക്ഷെ എവിടെ നിസ്സഹായായിട്ട് നിൽക്കുന്നോ ദൈവം അവിടെ നമ്മളെ സഹായിക്കും. നിന്റെ നിസ്സഹായ അവസ്ഥയിൽ ഇറങ്ങുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആരുമില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേ ദൈവം ഇറങ്ങത്തുള്ളൂ.
ആരെ നീ ആശ്രയിക്കില്ല എന്ന് എപ്പോ നീ വാ കൊണ്ട് ഏറ്റു പറയുന്നു, അവിടെ ദൈവം നിന്നെ ഇറക്കും, അവിടെ ദൈവം നിന്നെ കൈപിടിക്കും. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം. നീ മിണ്ടാതിരുന്ന് ഞാൻ ആരെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ്രോഹിക്കുമ്പോഴും ശത്രു നിന്നെ തകർക്കുമെന്ന അവസ്ഥയിലും നീ ഒറ്റ കാര്യം മിണ്ടാതിരിക്കാനാ ദൈവം പറയുന്നേ. മിണ്ടാതിരുന്ന് ഞാൻ ആരെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കേട്ട ദൂതുകളൊന്നും വഴി മാറിപ്പോകത്തില്ല. നിന്റെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കുമ്പോൾ, ഹൃദയവാതിലുകൾ നീ തുറന്നു കൊടുക്കണം. വിശ്വസിക്കുക, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ, എൻ്റെ വഴിയല്ല നിൻ്റെ വഴികൾ. വിശ്വസിക്കുക, ഇന്ന് വാ കൊണ്ട് ഏറ്റു പറയുക, ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, എൻ്റെ ഡിസിഷൻസ് അല്ല എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത്, ഞാൻ കണക്കൂട്ടി വെച്ചിരിക്കുന്നതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അവൻ്റെ വിചാരങ്ങളാൽ ഞാൻ നടക്കപ്പെടും. അവൻ്റെ പദ്ധതിയാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേർവഴിയിൽ നടക്കും. അവൻ്റെ പദ്ധതിക്ക് വേണ്ടി അവൻ തെരഞ്ഞെടുത്ത ദൈവ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. വഴി നടത്തും. വിശ്വസ്തനായതുകൊണ്ട് തന്നെ ദൈവം വഴി നടത്തും. യോഹന്നാൻ 12-ാം അധ്യായം 24-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഹല്ലേലൂയ. എത്ര പേരത് കേട്ടു? എത്ര പേർക്കത് മനസ്സിലായി? എത്ര പേർക്കത് മനസ്സിലായി? ആർക്കും മനസ്സിലായില്ലേ? കോതമ്പ് മണി മനസ്സിലായില്ലേ? കോതമ്പ് മണി നിലത്ത് വീണ് എന്ത് സംഭവിക്കും? ചാവണം അല്ലേ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അടിയേറ്റു, അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ ചെവികിടത്തടിച്ചു, അവൻ്റെ ശരീരം മുഴുവൻ ചാട്ടവാറാൽ മുറിക്കപ്പെട്ടത്. അവൻ ആ ഗോതമ്പ് മണി നിലത്ത് വീണ് മരിച്ചത് ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? എൻ്റെ നിങ്ങളുടെയും ജീവന് വേണ്ടിയല്ലേ? എൻ്റെ നിങ്ങളെയും നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ? നമ്മുടെ പാപങ്ങൾ മുഴുവൻ നീക്കിക്കളയാൻ വേണ്ടിയല്ലേ? ഇന്ന് ആ ഗോതമ്പ് മണിയായി ക്രിസ്തു മരിച്ച് ചീഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചീഞ്ഞത്, അവൻ ഡെത്ത്, ഹീ വെന്റ് ഇൻ ടു ഡെത്ത്. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ, ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് വേർതിരിച്ച് കൊണ്ടുവന്നിട്ട്, ഇന്ന് നമുക്ക് എന്തെങ്കിലും വേദനകളോ കണ്ണുനീരോ ഉണ്ടെങ്കിൽ, അത് സുഖത്തിലിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ഈ വചനമല്ല നമുക്കുള്ളത്. നിന്റെ കണ്ണുനീരാണ് നിനക്കുണ്ടെങ്കിൽ ഈ വചനം മനസ്സിലാവും. ഞാൻ ആ ക്രിസ്തുവിലോളം മരിക്കാനാണ് ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തത്. ആ ക്രിസ്തു സഹിച്ച പീഡകളുടെ ഒരംശമെങ്കിലും എൻ്റെ മക്കൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നീ അനുഭവിച്ചാലേ എൻ്റെ ശുശ്രൂഷയിലേക്ക് നിനക്ക് കയറാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ എൻ്റെ അപ്പൻ്റെ വലത് വശത്തു വേണ്ടി നിന്ന് നിനക്ക് വേണ്ടി ഞാൻ വാദിക്കുമെന്ന് പറയുന്നത് നിവർത്തീകരിക്കണമെങ്കിൽ ഇന്ന് ഈ അനുഭവങ്ങളെ കണ്ട് പതറണ്ട. അത് ക്രിസ്തു അനുഭവിച്ച അനുഭവത്തിൻ്റെ ഒരല്പം മാത്രമാണ്. അത് കർത്താവ് അനുവദിച്ചു തന്നതാണ്. അത് നിലത്ത് വീണ് നീ കരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിലും, നശിച്ചു പോകുന്ന അവസ്ഥയാണെങ്കിലും, ഒരൊറ്റ കാര്യം ഓർത്തോ, ആ കോതമ്പ് മണി നിലത്ത് വീണാലേ അത് വളരത്തുള്ളൂ. അത് നിലത്ത് വീണാലേ അത് വളരത്തുള്ളൂ. ഇന്ന് തകർച്ചയിൽ കൂടി നമ്മൾ പോയാലേ ഇന്ന് ഷോണ സിസ്റ്ററിന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഷോണ സിസ്റ്റർ അനുഭവിച്ച കയ്പും നീറും വേദനകളും ഒക്കെ പങ്കുവയ്ക്കുവാൻ അതിൽ കൂടെ ഞാൻ പോയാലേ പറ്റത്തുള്ളൂ. സൗരി, നിങ്ങൾ അതിൽ കൂടെ പോയാലേ പറ്റത്തുള്ളൂ. ആ കണ്ണുനീരിന്റെ ആഴം അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. ആ മുറിവ് എന്തിനെന്ന് ചോദിച്ചാൽ അത് ദൈവം തരുന്നതാ. എന്തിനാ? അത് മുളച്ച് വളർന്ന് വലുതായി 100 മേനി വളവ് പ്രാപിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അത് പൊട്ടിക്കിളിർത്ത്, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണാൽ 8-ലധികം കതിർ ചെടികൾ വരുമെന്നാ പറയുന്നത്. 8-ലധികം ഒരു ഗോതമ്പ് മണി, 8-ലധികം.
ആ 8-ലധികത്തിനകത്ത് 40-ലധികം വിത്തുകളുണ്ടെന്നാ പറയുന്നത്. 40-ലധികം വിത്ത്. ഇന്ന് ഞാനും നിങ്ങളും ആ ഗോതമ്പ് മണിയാണെങ്കിൽ, ഞാനും നിങ്ങളും ഇന്നല്ല ഈ പോകുന്ന ഈ അവസ്ഥയും കണ്ണുനീരും എന്തിനാണ്? അനേകം പേരെ സാക്ഷ്യത്തിലൂടെ കൊണ്ട് ലോകത്ത് കൊടുക്കുന്ന അനേകം ആത്മാക്കളെ നേടിയെടുക്കാനുള്ള വിത്താണ് നമ്മൾ ഓരോരുത്തരും. ആ സ്റ്റോറേജ് ആണ് നമ്മൾ ഓരോരുത്തരും. ആ ഗോതമ്പ് മണി വിലപ്പെട്ടതാണെന്ന് നീ മനസ്സിലാക്കുക. ഇന്ന് ആ കണ്ണുനീർ എന്തിനാണ്? ഹല്ലേലൂയ. ആ കണ്ണുനീരിന്റെ അനുഭവം അറിയണം. എന്നാലേ അത് പൊട്ടിക്കിളിച്ച് അനേകം പേർക്ക് അനുഭവ സാക്ഷ്യമാക്കി ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാ കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നയാ, എൻ്റെ ശിഷ്യനാകണമെങ്കിൽ നീയും നിലത്തു വീണ് എന്നെ പോലെ പോയ അവസ്ഥയിൽ പോയി നീ കിളിർത്തു വളർന്ന് അനേകം മക്കളെ നേടാനാ. ഹല്ലേലൂയ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അത് സേഫായി നീ സ്റ്റോറേജിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കണ്ണുനീര് വേണ്ട, ദുഃഖം വേണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ആയുസ് അങ്ങ് നീണ്ടുപോകും. പക്ഷെ അത് എപ്പോൾ ഒരു പീഡാനുഭവത്തിൻ്റെ കാലത്തിലോട്ട് കയറുന്നോ, എപ്പോൾ ഒരു ക്രൂശു മരണത്തിൻ്റെ വേദന അറിയുന്നോ, എപ്പോൾ ചാട്ടവാറിൻ്റെ വേദന ശരീരത്തിൽ കടക്കുന്നോ, അപ്പോഴേ നീ അത് വിത്തായി അനേകർക്ക് കാട്ടാൻ ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇരുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. ഇന്ന് കണ്ണുനീരുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങിക്കൂടാനല്ല പറയുന്നേ. അത് അനുവദിച്ച് തന്നത് ദൈവമാണെങ്കിൽ അത് വിശ്വാസത്തോടെ പറയുക. ഞാൻ അനേകം പേർക്ക് ഹല്ലേലൂയ സാക്ഷ്യമാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട മകനും മകളുമാണ്. ഏറ്റവും ബെസ്റ്റ് ക്രിയേഷനാണ്. യഹോവ സൃഷ്ടിച്ച ഏറ്റവും ബെസ്റ്റ് ക്രിയേഷനാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരും ദൈവം കണ്ടതെന്തിനാ? ദൈവം കണ്ടതെന്തിനാ? എൻ്റെ അനുഭവ സാക്ഷ്യം പോയി, നീ ഈ വചനത്തിൽ കേട്ടത് പോയി, നീ ഒരു വചനമെങ്കിലും ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ, നീ നിൻ്റെ അനുഭവ സാക്ഷ്യമെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ, നീ എന്താണ് ക്രിസ്തുവിൽ വരാനുള്ളൊരു കാരണമെന്ന് മാത്രമെങ്കിലും അനേകരോട് പറയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകമെമ്പാടും പോയി വിത്ത് പാകാനാ പറയുന്നത്. ഹല്ലേലൂയ. തയ്യാറാണോ? ഉയർപ്പിന് വന്ന് വെറുതെ ഉയർത്ത കർത്താവിനെ പാടി കണ്ടു പോകാനാണോ വന്നിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലോട്ട് കയറണം. ഹല്ലേലൂയ. ചീഞ്ഞത്, അഴുകി നാറിയത് 3 ദിവസം ആ ലോകം വിചാരിച്ചു ആ പൊതിഞ്ഞ് കെട്ടിയവൻ അഴുകി അതിനകത്തുണ്ടെന്ന്. പക്ഷെ മരണപാശങ്ങളെ തകർത്തുകൊണ്ട് അവൻ എഴുന്നേറ്റത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. ഇന്ന് എൻ്റെ നിങ്ങളുടെയും ഈ പീഡാനുഭവത്തിന്റെ അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാ? ലോകത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. പീഡിപ്പിക്കപ്പെട്ടവര്, അനാഥത്വം അനുഭവിക്കുന്നവര് ഒരുപാട് പേർക്ക് ഇന്ന് അനുഭവ സാക്ഷ്യം നമ്മളാ. ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ അനുഭവ സാക്ഷിയാ. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നവർ മക്കളെ നോക്കി അനുഗ്രഹിച്ച് പറയുക, എൻ്റെ കർത്താവിൻ്റെ വഴിയാൽ എൻ്റെ കുടുംബം നന്മ കാണും. ഞാനും എൻ്റെ തലമുറയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിലും വരും. നിന്റെ നാവിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ തീയുള്ള വചനമാണ്. ഇതിനപ്പുറം വേറെ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണ്ട. ഇതിനപ്പുറം എത്ര വീട്ടിൽ പ്രാർത്ഥന വെച്ചാലും നടക്കത്തില്ല. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ പറയും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു. കർത്താവ് പറയുന്നത് എന്തുവാണ്? നീ ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ നീ ഏറ്റവും ഭാഗ്യവാൻ. നിനക്ക് കണ്ണുനീരുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നീ ഏറ്റവും ഭാഗ്യവാൻ. ലോകര് കാണുമ്പോൾ ഇതെല്ലാം നമുക്ക് ദുഃഖവും കണ്ണുനീരും. പക്ഷെ സ്വർഗത്തിലെ ഓഹരി
നമ്മുടെ നിക്ഷേപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ സ്വർഗത്തിലെ നിക്ഷേപം വർദ്ധിക്കുക. എൻ്റെ ഇവിടുത്തെ ബാങ്ക് ബാലൻസ് 0 ആയിക്കോട്ടെ, എൻ്റെ ഇവിടുത്തെ ATM കാർഡ് ഒന്നിനും കൊള്ളാത്തതായിക്കോട്ടെ, പക്ഷേ എൻ്റെ സ്വർഗത്തിലെ സേവിങ്സ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. വർധനവിൻ്റെ ദൈവം നിന്റെ നിക്ഷേപം സ്വർഗത്തിലേക്ക് കാത്തു സൂക്ഷിക്കുക. നീ ഇവിടെ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും, നീ ഇവിടെ വേർതിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ നിമിഷങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലെ ദൈവം എണ്ണപ്പെടുത്തിയിരിക്കുക. വേർതിരിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും സന്തോഷവും നിക്ഷേപവും സ്വർഗത്തിലാണ് എണ്ണപ്പെടുന്നത്. അപ്പൻ സന്തോഷിക്കുന്നു, നിന്റെ സേവിങ്സ് ഡബിൾ ആവുന്നു. ഹല്ലേലൂയ! അപ്പൻ സന്തോഷിക്കുന്നു. ഇവിടെ ഇന്ന് ഇരിക്കുന്നതിൽ സന്തോഷിപ്പിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്, സന്തോഷിക്കുന്നേ. നമ്മൾ ആ അപ്പനെ സന്തോഷിപ്പിക്കുക. അതിലെത്ര പേർക്ക് സന്തോഷം തോന്നുന്നു? ഇന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ അയൽപക്കക്കാരോ ചാർച്ചക്കാരോ ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി, കളിയാക്കിയിട്ടുണ്ടാവാം, മുഖം ചുളുക്കി കാണിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും അധികം ചിരിച്ചുകൊണ്ട് കാണുന്നൊരു അപ്പനുണ്ട്. ഇന്ന് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവാം, പൈസ ഇല്ലാതെ ഈ പോയി കാണിക്കുന്ന എന്തൊരു മണ്ടത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അവരാരും കാണാത്ത ഒരു FD നമുക്ക് അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഒരു സ്വർഗത്തിലെ സമ്പത്തിലേക്ക് വേണ്ടിയാ ഞാനും നിങ്ങളും ഈ ഓട്ടം ഓടുന്നേ. വലതു ഭാഗത്തിരുന്ന് അവൻ നമുക്ക് വേണ്ടി വാദിക്കും. വലത് ഭാഗത്തിരുന്ന് അവൻ നമുക്ക് വേണ്ടി വാദിക്കും. കോതമ്പ് മണി നിലത്ത് വീണ് ചത്തു ചാവുന്നില്ലെങ്കിൽ അതിന് ഗുണമില്ല. ഇപ്പോൾ ഉള്ള സങ്കടങ്ങളെല്ലാം അല്പനേരത്തേക്കാ. നമ്മൾ ഓരോരുത്തരുടെയും സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും എല്ലാം നിക്ഷേപമായി സ്വർഗത്തിൽ എണ്ണപ്പെട്ടിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതൊരു ഗുഡ് ന്യൂസ് അല്ലേ? ഇതൊരു ഗുഡ് ന്യൂസ് അല്ലേ? ഇന്ന് ഈസ്റ്ററിലേക്ക് നിങ്ങൾക്കുള്ള ഒരു നിക്ഷേപം അവിടെ ഉണ്ടെന്നൊരു ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഒരു പുനരുദ്ധാരണം ലോകം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും, എന്നെ നടത്തിയവൻ്റെ നിക്ഷേപത്തിലേക്ക് ഞാൻ ഇന്നും പോയി സേവിങ്സ് ഡബിൾ ആക്കിയിട്ടാ വന്നേന്ന്. അവർ പോയി വെറുതെ കുരുത്തോല പിടിച്ച് ആഘോഷിച്ച് തിരിച്ച് വീട്ടിൽ പടന്നു. പക്ഷെ നമ്മളോ നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടാ മടങ്ങുന്നേ. ഹല്ലേലൂയ! ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. 26-ാം അധ്യായം. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞതാ, നീ മിസ്രൈമിലേക്ക് പോകരുത്. എനിക്കും ഇത് കേട്ടതാ, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക. ഞാൻ നിന്നോട് കൂടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ! ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറയും, ഈ നടത്തിയ ഈ കഴിഞ്ഞ ഒരു വർഷത്തില് 365 ദിവസത്തില് ദൈവം എന്നെ അനുഗ്രഹിച്ചതല്ലേ? നീ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകരുത്. ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പൊക്കോളണം. നിന്നെ വഴി നടത്തി നിന്നെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ! പക്ഷെ കർത്താവ് അവനോട് ദൈവം പറഞ്ഞ ശബ്ദം, നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. വാഗ്ദത്തമാണ്. മുന്നോട്ടെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. വഴി നടത്തും. കാരണം വാഗ്ദത്തങ്ങൾ കിടക്കുക എൻ്റെ തലമുറയുടെ മേല്, ഒന്നിന്മേൽ ഒന്നായി. ഹല്ലേലൂയ! താക്കോൽ തന്നത്, തുറക്കാനുള്ളത് എൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഒരുത്തന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നേ. നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് തീയാണെന്ന് അറിയുന്നവന് നിന്റെ അടുത്ത് വന്ന് നിന്നെ നശിപ്പിക്കാൻ കഴിയില്ല. വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വഴി നടത്തും. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. വെള്ളത്തിൽ കൂടി നടന്നാൽ ഞാൻ നിന്നെ വഴി നടത്തുമെന്ന് പറയുന്ന യഹോവ. നീർച്ചാൽ തുള്ളിയിൽ കൂടി നടന്നാൽ അത് നിനക്ക് മീതെ കവിയുകയില്ലെന്ന് പറയുന്ന യഹോവ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തെരിയില്ല എന്ന് പറയുന്ന യഹോവ. ഇന്ന് തീയുടെ അനുഭവമായിരിക്കാം സിസ്റ്ററെ. വെന്തെരിയില്ല. ഉറപ്പിച്ചോ, വെന്തെരിയില്ല. ഹല്ലേലൂയ! വെന്തെരിക്കാൻ അവന് പറ്റില്ല. അവന്റെ കോട്ടിങ്ങാ ഉള്ളത് നമ്മുടെ മേല്. അവന്റെ പ്രൊട്ടക്ഷനുള്ള മക്കളാ നമ്മള്. നിലത്ത് വീണ് അടിയിൽ പോയി വേരുറച്ചു വളർന്നു വലുതാവും. നിലത്തിട്ട് ചവിട്ടി നീ എണീറ്റ് വരില്ല എന്നിപ്പോ വിധി കൽപ്പിച്ച് അവര് മാറിപ്പോയി. അവര് സന്തോഷിക്കും. പക്ഷെ നിന്റെ വളർച്ച, പ്രോഗ്രസ് 1, 2, 3 മാസങ്ങളല്ല, വർഷം കഴിഞ്ഞിട്ടാ കാണാൻ പോകുന്ന ശത്രു. വേരടിയിലോട്ട് വളർന്ന് ഊർന്ന് ഹല്ലേലൂയ ശക്തി പ്രാപിക്കുക. വേരുറച്ചതിനെ വലിച്ചു മാറ്റാൻ കഴിയില്ല.
യഹോവയാൽ നീ വേരുറച്ചതാണെങ്കിൽ നിന്നെ പിഴുതു മാറ്റാൻ നിന്റെ ശത്രുവിന് കഴിയില്ല. വേരുറച്ചതിനെ വേർതിരിക്കുവാൻ ശത്രുവിന് കഴിയില്ല. വിളിച്ചു പറ നിന്റെ അവസ്ഥയെ നോക്കി, വേരുറച്ചതാ ഞാൻ, ശത്രുവേ നിനക്ക് എന്നെ തകർക്കാൻ കഴിയില്ല. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. ഹല്ലേലൂയ. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട്. ഇസ്ഹാക്കിനോട് എന്താ പറഞ്ഞേ? കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും. അത് മുഴുവൻ എവിടെയാ ഉള്ളത്? ഇതിലാ ഉള്ളത്. ലോകർ പറഞ്ഞു തരുന്നതല്ല, ഇതിലാ അത് മുഴുവനുള്ളത്. നീ ഇത് ഫോളോ ചെയ്യുന്നെങ്കിൽ, നിന്റെ ബേസ് ഇതാണെങ്കിൽ, നിന്റെ ഫൗണ്ടേഷൻ ഇതാണെങ്കിൽ, ഇതിനെ തകർക്കുവാൻ നീ ഒരു ശത്രുവിനെയും ഭയപ്പെടേണ്ട. ഇതിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞത്? നീ മിസ്രൈമിൽ പോകരുത്, പകരം അബിമേലെക്കിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു അല്ലേ? അപ്പൊ അവിടെ പോയപ്പോഴാ എന്താ സംഭവിച്ചേ? അനുസരണത്തിന്റെ ഭാവം വെളിപ്പെട്ടപ്പോൾ അവനെ ദൈവം വർദ്ധിപ്പിച്ചു, വർദ്ധിപ്പിച്ചു, ധനത്തിൽ ശ്രേഷ്ഠനാക്കി. ധനത്തിൽ ശ്രേഷ്ഠനാക്കി എന്ന് പറയുമ്പോൾ സന്തോഷം വരും, പക്ഷെ അതിന് മുന്നേ ഉള്ള അനുസരണമായി ഇച്ചിരി പാട്. കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം ഇതിലുണ്ട്. ഇതനുസരിച്ച് നടന്നതുകൊണ്ടാ ദൈവം അവനെ വർദ്ധിപ്പിച്ചത്. വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തോ സംഭവിക്കുന്നേ? ഈ ചുറ്റുമുള്ളവർക്ക് ഇത് കണ്ട സഹിക്കുവോ? അങ്ങോട്ട് അസൂയ തുടങ്ങും. അതുപോലെ ഇവിടെ സംഭവിച്ചേ. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. 15-ാം വാക്യം. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. നന്മ ഇച്ചിരി കണ്ടുവരുമ്പോൾ ശത്രു തലപൊക്കും. നന്മ ഇച്ചിരി ദൈവത്തോട് നീ ഒന്ന് അടുക്കാൻ തുടങ്ങുമ്പോൾ ശത്രു തലപൊക്കും. ഹല്ലേലൂയ. നീ ചെയ്തതിനെ കുഴിച്ചു മൂടാനായി നിന്റെ പിതാക്കന്മാർ നിനക്ക് ഒരുക്കിയിട്ടുള്ളത് പോലും നിനക്ക് വേണ്ടാന്ന് വെക്കുന്ന വിധത്തിൽ ശത്രു അതിനുമേൽ ടാർഗറ്റ് ചെയ്യും. നിനക്ക് കിട്ടാനിരിക്കുന്ന സാമ്പത്തിക നന്മ പോലും വരാത്ത വിധത്തിൽ ശത്രു അതിനെ ഹോൾഡ് ചെയ്യും. നിനക്ക് തരുമെന്ന് പറഞ്ഞ പ്രൊമോഷൻ പോലും ശത്രു ഹോൾഡ് ചെയ്യും. നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഫണ്ട് പോലും ശത്രു ബ്ലോക്ക് ചെയ്യും. നിന്റെ മക്കൾക്ക് നടക്കുമെന്ന് പറഞ്ഞ വിവാഹം പോലും ശത്രു തടസ്സമാക്കി നിർത്തും. നിനക്ക് പോകാൻ ഒരുങ്ങിയ വിസ പോലും ശത്രു ഹോൾഡ് ചെയ്ത് വെക്കും. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ ശത്രുവിന് ഒട്ടും ശത്രുവിന്റെ ടാർഗറ്റ് നിനക്ക് മാത്രമായിരിക്കും. ഹല്ലേലൂയ. ആ ടാർഗറ്റ് അനുഭവിച്ചവരൊന്ന് കൈപൊക്കിക്കേ. ശത്രുവിന്റെ ശരിക്കുമുള്ള ആ തീ അനുഭവിച്ചവരൊന്ന് കൈപൊക്കിക്കേ. ഒന്നിനു പുറകെ ഒന്നായി നിൽക്കുമ്പോൾ ദേ വരുന്നടാ അടുത്തത്. ഒരു കിണർ കൊഴിച്ച് ക്ഷീണം മാറുന്നതിന് മുമ്പേ അതിനെ കൊണ്ട് മൂടിയിടുന്നു. അപ്പം ദേ നമ്മൾ അടുത്തടുത്ത് പോയി അടുത്ത കിണർ കുഴയ്ക്കും. അടുത്ത പ്രതീക്ഷ, അടുത്ത കർത്താവിൽ പുതിയ ചുവടുവെപ്പ്. അങ്ങനെ വെച്ച് ചെല്ലുമ്പോൾ ദേ അവിടെയും പതറാൻ പാടുണ്ടോ? വാഗ്ദത്തമാരുടെ മേലാ നീ പോകരുതെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്ന ദേശത്ത് വാഗ്ദത്തം അവന് കൊടുത്തയാ നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും. അവന് അനുഗ്രഹം കൊടുത്ത് നന്മ കണ്ടറിഞ്ഞിട്ടാ ശത്രു അവനെ നേരെ ടാർഗറ്റായി വന്നത്. ആ ശത്രുവിനെ കണ്ട് പതറാൻ ഹല്ലേലൂയ ഇസഹാക്ക് നിന്നില്ല. അവൻ ആദ്യത്തെ കിണർ കുഴിച്ചു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിയതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. ഒരു വാതിൽ അടയുമ്പോൾ ആ വാതിൽ അടഞ്ഞു പോയെന്ന് പറഞ്ഞ് കണ്ണുനീരാക്കി ഇരിക്കാനല്ല ദൈവം പറയുന്നത്. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവയുള്ള ഒരു കിണർ കണ്ടു. പ്രതീക്ഷയോടുകൂടി നമ്മളൊരു ചുവട് വെച്ച്, വളരെ എക്സ്പെക്റ്റേഷൻസോടുകൂടി നമ്മളൊരു സ്റ്റെപ്പ് വെച്ച്, പുതിയതാണ് ഇത് ചെയ്യാൻ ദൈവാലോചന ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കും നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ശത്രു ഇത് കാണുമ്പോൾ നിനക്ക് നേരെ ടാർഗറ്റ് ചെയ്ത് നിന്നെ ബ്ലോക്ക് ചെയ്യും. ഇസഹാക്കിനെ ബ്ലോക്ക് ചെയ്തത് എങ്ങനെയാ? അവൻ കുഴിച്ച കിണർ അവർ വന്ന് മൂടിക്കളഞ്ഞു.
20-ാം വാക്യം, നീരുറവയുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. എന്താ ചെയ്തേ? ശത്രു വന്ന് നിന്നോട് വഴക്കിടും. എന്താ ഈ പുതിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, അതെ, ആ കിണർ കുഴിച്ചാൽ നിന്റെ അബ്രഹാമിന്റെ നന്മ നിനക്ക് വരുമെന്ന് ശത്രു അറിയുന്നത് കൊണ്ട് അവൻ വന്ന് നിന്നോട് പോരിടും. അവൻ നിന്നെ ഹാലലൂയ ബ്ലോക്ക് ചെയ്യും. പക്ഷെ ഇസഹാക്ക് അവിടെ തകർന്നോ? ഇല്ല. ഹാലലൂയ. അവൻ എന്താ ചെയ്തത്? അവർ തന്നോട് ശണ്ടയിടുന്നത് കൊണ്ട് അവൻ ആ കിണറ്റിന് ഏഷേക്ക് എന്ന് പേര് വിളിച്ചു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു. എത്ര പേര് പറയും, ഒരു വാതിലടഞ്ഞാൽ ഞാൻ നിരാശപ്പെട്ട് കണ്ണുനീരിക്കത്തില്ല, ഞാൻ പ്രതീക്ഷയോടെ പുതിയ ചുവടുകൾ വയ്ക്കും. എൻ്റെ മേൽ വാഗ്ദത്തമുള്ളത് കൊണ്ട് ഒന്ന് കുഴിച്ചിട്ടാലും അടുത്തത് യഹോവ എനിക്ക് വേണ്ടി ഒരുക്കുമെന്ന് വിശ്വാസത്തിൽ ഞാൻ അടുത്ത ചുവട് വയ്ക്കും. ഇന്ന് എൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രതിസന്ധിയിൽ പതറി നിൽക്കുക അല്ല വേണ്ടത്, മുന്നോട്ട് എന്തെന്നൊക്കെ യഹോവയോട് ചോദിച്ചു മറുപടി വാങ്ങിച്ച് അടുത്ത ചുവട് വയ്ക്കുക. അവൻ 21-ാം വാക്യം, അവർ മറ്റൊരു കിണർ കുഴിച്ചു. രണ്ടാമത്തെ കിണർ കുഴിക്കുക. അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടുകൊണ്ട് അവൻ അതിന് സ്തിന എന്ന് പേർ വിളിച്ചു. നീ ഒന്ന് അടച്ചു, ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചു, നടന്നില്ല. രണ്ടാമത്തെ ബാങ്ക് ലോണിന് അപേക്ഷിച്ചു, നടന്നില്ല. നിരാശപ്പെട്ട് എന്ത് ചെയ്യും? ഇനി ഇതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കർത്താവിനോട് വഴക്കിട്ടിരിക്കും. അല്ലേ? അല്ലേ? മക്കൾ വരുന്നില്ല, വിളിച്ചു, ഒന്ന് വിളിച്ചു, രണ്ട് വിളിച്ചു, ഓ ഇതുങ്ങളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കാനല്ല കർത്താവ് പറയുന്നേ. ഇസഹാക്ക് അങ്ങനെ ഇരുന്നെങ്കിൽ അവൻ നന്മ കാണത്തില്ലായിരുന്നു. 22-ാം വാക്യം, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. നിന്റെ പരിശ്രമം യഹോവ കണ്ടാൽ അവൻ നിന്റെ ശത്രുവിനെ വേർതിരിച്ച് നിന്നെ അകറ്റും. നീ ശ്രമിക്കുന്നത് കണ്ടാൽ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് കണ്ടാൽ യഹോവ നിനക്ക് വേണ്ടി മധ്യസ്ഥനായി ഇറങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നു? 3-ാം തവണ അവൻ ഹല്ലേലൂയ നിരാശപ്പെട്ട് പിന്മാറിയില്ല. അവൻ 3-ാം പ്രാവശ്യവും അവിടെ ഇറങ്ങി. അവൻ അതിനുമേല് യഹോവയുടെ ദാസന്മാർ അവന് വേണ്ടി ഹല്ലേലൂയ യുദ്ധം ചെയ്തതുകൊണ്ട് അവന് അവകാശമായി യഹോവ അത് കൊടുത്തു. അതുകൊണ്ട് അവൻ അതിനെ റെഹോബോത്ത് എന്ന് പേര് ചൊല്ലി വിളിച്ചു. ഇനി ഒരു ശത്രുവിനും അത് അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഓപ്പൺ ഹാർവസ്റ്റ് ആയി അവന്റെ മുമ്പിൽ റെഹോബോത്ത് വെളിപ്പെട്ടു. ഇന്ന് ഉയർപ്പിന്റെ നാൾ നിങ്ങളുടെ കുഴിച്ച കുഴികളെ നോക്കി ഭയപ്പെടാതെ, ഒന്നിനും രണ്ടിനും ശത്രു തകർക്കാൻ നോക്കി വെച്ച ഉന്നം വെച്ച വൈരി എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കാതെ നീ വിശ്വാസത്തോടെ പുതിയ ചുവട് വെക്ക്. ഈ പുനരുദ്ധാരണത്തിൽ നീ പുതിയ ചുവട് വെക്ക്. പുതിയ വഴികൾ ദൈവത്തിന് വേണ്ടി. ന്യൂ ബിഗിനിങ്. ഹല്ലേലൂയ. Hallelujah. God is going to say something. It's a new beginning to somebody. ആരോ പുതിയതിനു വേണ്ടി ആഗ്രഹത്തോടെ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ യഹോവ പറയുന്നു, പുനരുദ്ധാരണത്തിന്റെ വെളിച്ചമായി, പുനരുദ്ധാരണത്തിന്റെ ഉയർപ്പിന്റെ ഒരു അനുഭവമായി നിന്റെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ടിങ്. ന്യൂ ബിഗിനിങ്, പുതിയൊരു ആരംഭം. I don't know. God is saying പുതിയൊരു ആരംഭം, പുതിയത്. It's a new beginning. It's a new beginning. It's a new beginning. I don't know for you, brother. It's a new beginning. God saying, ഒന്ന് മാറി നീ അറ്റംപ്റ്റ് ചെയ്ത് നടക്കുന്നില്ലെങ്കിൽ God is saying, from this today, seek His will, make a move. He will dig the well for you, and no enemy can target you anymore. And because you carry the Rehoboth. Hallelujah. Hallelujah. എത്ര പേര് പറയും, എൻ്റെ ജീവിതത്തിൽ റെഹോബോത്ത് വെളിപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ റെഹോബോത്ത് വെളിപ്പെട്ടു? എത്ര പേര് ഇത് സ്വീകരിക്കുന്നു? ഉയർപ്പിന്റെ നാളിൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു റെഹോബോത്ത് ഉണ്ട്. നാളെ അത് ഞാൻ അനുഭവ സാക്ഷ്യമായി പറയും. കല്ലറയ്ക്കുള്ളിൽ കെട്ടിപ്പെട്ട് വെച്ചതാ എന്നെ നിങ്ങളെയും, വെള്ള തുണിയിൽ കെട്ടിപ്പെട്ട് വെച്ചതാ കല്ലറയ്ക്കകത്ത്. പക്ഷേ ഇന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പാതിൽ നിന്ന് ഇറ്റ്സ് എ ന്യൂ സ്റ്റാർട്ട് ഫോർ മീ ആൻഡ് യു. ഹല്ലേലൂയ. ചർച്ച്, ആർ യു റിസീവിംഗ് ഇറ്റ്? ഹല്ലേലൂയ. ഇറ്റ്സ് എ ന്യൂ സ്റ്റാർട്ട് ഫോർ മീ ആൻഡ് യു. ഹല്ലേലൂയ. റെഹോബോത്ത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതിന് റെഹോബോത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്ന് അവൻ ബെർഷേബയിലേക്ക് പോയി. റെഹോബോത്ത് വെളിപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അവൻ്റെ മേൽ വന്നു. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. റെഹോബോത്ത് വെളിപ്പെടാനുള്ള ഓരോ മക്കളും ഇന്നിരിക്കുമ്പോൾ കർത്താവ് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം
നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. നീ ചത്ത് ചീഞ്ഞ മൊഴിക്ക ഡെത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഇന്ന് നിന്റെ തലമുറ വർദ്ധിക്കും. ഒരൊറ്റ സാക്രിഫൈസ് നീ ചെയ്യുമ്പോൾ നിന്റെ ജനറേഷൻസ് is going to multiply in Christ. A multiplication will happen if the Rehoboth, let's hallelujah open the doors of Rehoboth.